ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ നോക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടൊരു ഓർഗനൈസർ വാങ്ങിച്ചതാണിത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വരുന്നൊരു ഓർഗനൈസറാണ്. ഒരു സ്റ്റാൻഡ് പോലെയാണ് ഇതിരിക്കുന്നത്. നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അതിങ്ങനെ വന്നേക്കുന്നത് ഒരു ബോക്സിൽ ഓരോന്നിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു മൾട്ടി കളർ ഓർഗനൈസറാണ് കേട്ടോ. അതായത് മൾട്ടി കളറാണ് അതിൻ്റെ ഡ്രോസ് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽ കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് അല്ലറ ചില്ലറ മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ നോക്കി. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ നമ്മളത് ടേബിളിൽ പുറത്തിങ്ങനെ വാരി വലിച്ച് പിന്നീട് അത് വരും. അപ്പം ആകെ ടേബിൾ വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തിരുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ഓർഗനൈസർ വാങ്ങിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ഓർഗനൈസർ വാങ്ങിച്ചത്. ഇതിങ്ങനെ ഓരോ പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഞാൻ കണ്ടായിരുന്നു ഈ സെയിം ഓർഗനൈസർ. പക്ഷേ ഫ്ലിപ്പിലാണ് എനിക്ക് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് തോന്നിയത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ തന്നെ പല റേഞ്ചിലുള്ളതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 999 ആണ്. അതല്ലാതെ തന്നെ അതിന് മേളിലേക്കൊക്കെ പല റേഞ്ച് വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും റിവ്യൂസും കൂടി നോക്കിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ റിവ്യൂസും വായിച്ച് നോക്കി. ഒരുപാട് റിവ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽ എന്തായാലും വന്നേക്കുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മെറ്റീരിയൽസൊക്കെ ഇതിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ല മൾട്ടി കളറാണ്. അതായത് ഇത് 5 ഡ്രോയറിൻ്റെ ആണ്. ഈ 5 ഡ്രോയറും 5 കളേഴ്സാണ്. ഇനി ഇതല്ലാതെ സെയിം കളർ വരുന്നതുണ്ട്. അത് തന്നെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ബ്ലൂ മാത്രമായിട്ടുള്ളതുണ്ട്, പിങ്ക് മാത്രമായിട്ടുള്ളതുണ്ട്, യെല്ലോ മാത്രം, അങ്ങനെ ഒരു കളർ മാത്രമായിട്ട് ഈ 5 ഡ്രോയേഴ്സ് വരുന്നതുണ്ട്. അത് ഈ ഒരു 999. പിന്നെ ഇത് അല്ലാതെ 4 ഡ്രോയർ ഉള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ റേറ്റ് കൂടുതലായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡ്രസ് മെറ്റീരിയൽസൊക്കെ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ കിച്ചണിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഒത്തിരി വെയിറ്റുള്ള പാത്രങ്ങൾ അങ്ങനെയൊന്നും വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരുപാട് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് കിച്ചണിലേക്കും അല്ലാതെ നമ്മുടെ റൂമിലെ ഒരു ഓർഗനൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഒരു ഒതുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ സൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. അതായത് ആ ഒരു ലെഗ് പോർഷൻ ഉണ്ടല്ലോ ഏറ്റവും താഴത്തേക്ക് ഇരിക്കുന്നത്, അവിടെ ആയിട്ട് ഈ ഒരു 4 പീസ് വരുന്നതുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടെയാണ് വെട്ടണമെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ആദ്യം. അപ്പോൾ ഞാനത് ഒന്ന് പിന്നീടാണ് വെച്ച് കൊടുത്തത്, ഒന്ന് തിരിച്ച് വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫിറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും അകത്തോട്ട് ഓരോ ഡ്രോയേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിലൊരു ചെറിയൊരു ട്രാക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് അതൊന്നും കയറി ഇരുന്നാൽ മതി. കണ്ടോ, ഈ ഒരു 2 വര പോലെ 2 സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതൊന്നിങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ തുറക്കാം, അടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് ചാർട്ട് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഞാൻ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഫസ്റ്റ് പെയിൻറ്റും അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഫുള്ള് വന്നിട്ട് ഡ്രീം ക്യാച്ചറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ഡ്രീം ക്യാച്ചറിന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും എല്ലാം കൂടി ഞാൻ ഈ ഒരെണ്ണത്തിൽ വെച്ചു. പിന്നെ ഉണ്ടല്ലോ, ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ വേറെ ഇതുപോലെ അല്ലാതെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും താഴത്തെ ഡ്രോയിൽ വെച്ചേക്കുന്നത് എനിക്ക് റീയൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെയാണ്.
അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.